മാൻകുട്ടിയോടുമാനെ ഒന്നും കാണായിരുന്നു. മോന്റെ മുഖം കണ്ടില്ലേ വാടി, അവന് വിശക്കുണ്ടാവും. വിശക്കാതെ ഇരിക്കോ? പിന്നെ അവന്റെ കാര്യം ഒന്നും പറയാ. ഞാൻ ഇവിടെ ഒരു പ്രത്യേക പൂവിരിയും. പണം വെച്ച് സന്ധ്യയ്ക്ക് പ്രാർത്ഥിച്ചാൽ രാവിലെ ഒരു നീലത്താമര. നടക്കുന്ന കാര്യമാണെങ്കിൽ ഉറപ്പാ. അത്രയ്ക്ക് വിശ്വാസം? ഇവിടത്തെ വലിയ വിശ്വാസ. ദാസേട്ടൻ പരീക്ഷിച്ചിട്ടുണ്ടോ? ഞാനോ? ഭ്രാന്ത്. എന്റെ ഭഗവാനെ, സമയായി. മോനെ അച്ഛൻ വിശനം തുടങ്ങി. അവന്റെ മോൻ നേരെ എത്ര രാഹുകാലം കഴിഞ്ഞു. കുട്ടികൾ മോൻ രത്നത്തിന്റെ അടുത്ത് തന്നെ ആയിരുന്നു. ആ മോന് രത്നത്തിന് ഇഷ്ടപ്പെട്ടത് അറിയില്ല അനുരാഗമേറെയാൾ അറിവോർ തെറ്റിടുമൊക്കെയൊക്കുകിൽ നിറവേറുകയില്ല കാമിതം കുറയും ഹാസഖി ഭാഗ്യശാലികൾ. മുകളിലേക്ക് അഞ്ചാ പച്ചവെള്ളം മതി, ജീരവെള്ളം കുടിക്കില്ല. ഓ, പാത്രമായിട്ട് കേറുമ്പോ നോക്കണം കേട്ടോ. മൂന്നാമത്തെ കോണിപ്പിടി വല്ലാണ്ട് ഇളകും. കിടക്കുമ്പോ തെക്കേ ജനൽ അടച്ചോളൂ കേട്ടോ. വടക്കേലെ പൂച്ച അതിലാണ് എന്നും വരിക. എത്ര കാലമായി വന്നിട്ട്? കുറച്ചേ ഉള്ളൂ. അമ്പലക്കുളത്തിലാണോ കുളിക്കുന്നത്? തൃപ്പടിയിൽ പണം വെച്ച പൂ വിരിയും. പൂ വിരിഞ്ഞ അനുഭവമാണെന്ന് പറയുന്നത് ശരിയാ? അങ്ങനെ എല്ലാരും പറയണേ. കുഞ്ഞുമോൾ എന്താ പരീക്ഷിക്കാത്ത? നിനക്കെന്നും ഞാനുണ്ട്.
ഫാദർക്ക് മിണ്ടാൻ വയ്യാത എന്ന് പറഞ്ഞല്ലോ. അതെ, മോഹാലസ്യായിട്ട് കിടക്ക. പാട്ട് കേൾക്കണ്ടല്ലോ. എനിക്ക് കേൾക്കാനില്ലല്ലോ. കുട്ടി, ആ നടക്കൽ കയറി നിന്ന് ഹൃദയം പൊട്ടി ഒന്ന് കരയൂ. അല്ലെങ്കിൽ നിനക്ക് വല്ലതും സംഭവിക്കും. കരയൂ കുട്ടി. മതി, എഴുന്നേൽക്കൂ. ഇനി കരയരുത്. ഏതി ജീവന്തമാനന്ദോ നരം വർഷശതാതപി. വാത്മീകി രാമായണത്തിന് മുഴുവൻ സത്താണിത് മോളെ. നീ ജീവിക്കൂ. കാലം നിന്റെ ദുഃഖത്തെയും ആനന്ദമാക്കും. വിളിക്കാൻ വരട്ടെട്ടോ. ഒറ്റ മിനിറ്റ്. മുളക് സമ്മന്തി അരച്ചിട്ടില്ല. ചട്നി പറ്റില്ലേ? മുളക് സമ്മന്തി നിർബന്ധമാണോ? അങ്ങനെ പറയണേ. എന്നെക്കാളും ദാസേട്ടന്റെ ഇഷ്ടക്കേടും കുഞ്ഞുമാളിനാവും അറിയാം. അരച്ചോളൂ. കുഞ്ഞുമാളിനെ കുറെ ഏറെ ഒന്ന് പഠിപ്പിക്കാനുണ്ടാവും. ഓ ഈശ്വര, മാനം രക്ഷിച്ചു. ഓ, ഒരു 100 മില്ലിയുടെ. അച്ഛന്മാരെ, അവിടെ പണിക്ക് നിൽക്കണ കുഞ്ഞുമാളുവിന്റെ അമ്മാമ്മയുടെ മാനാ ഞാൻ. അതിന് ഞാനെന്ത് വേണം? അവളൊന്നും ഇങ്ങോട്ട് അയക്കണം. തിരക്ക് തീരുമ്പോ വരും. അച്ഛന്മാരെ, പറയുന്നത് കേട്ടാത്തൊന്നും അവളെ ആരോ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അധികം ഒച്ചിടണ്ട. എന്താ നേരെ? ഇയാളുടെ അടുത്തൊരു കുട്ടിയുണ്ട്. അത് കിഴക്കമ്പാട്ട് ജോലിക്ക് നിൽക്കണു. അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്നാലും തെറ്റില്ല. പട്ടിണി കിടക്കുന്നിടത്ത് വിളിച്ച് ഉണ്ണാനും ഉടുക്കാനും കൊടുത്ത് അല്പം ജീവൻ വെക്കുമ്പോ കാണാൻ ഇവറ്റെല്ലാം തല പൊക്കണു. നായരെ, അരിവാസന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനി കിഴക്കപ്പോട്ടെ പണിക്കാരുടെ ആവശ്യം എന്താ അച്ഛനര്? ആ 100 പൈസ വെച്ചിട്ട് പോകും. കുട്ടിക്കൃഷ്ണ, എനിക്കൊരു 100 കൊടുത്താ. കുഞ്ഞുമാളോ, നീ വേണമെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നോളൂ. രത്നം ഉണ്ടല്ലോ ഇവിടെ. നിന്റെ അമ്മാമ്മയുടെ മക ഇന്നലെ അച്ഛനേരെ കണ്ടു പറഞ്ഞത്രേ. വൈകുന്നേരത്തേക്ക് വരണം. ദാസേട്ട് ഇന്ന് പോവാണ്. നീ വേണം എനിക്ക് തുണക്കി കിടക്കാൻ. ഞാൻ പോണില്ല. നിന്റെ മുത്തച്ഛ വയ്യാതെ കിടക്കല്ലേ? ഒന്ന് പോയി കണ്ടു വന്നോളൂ കുട്ടി. പോയി വാ കുട്ടി. ഇവളുടെ അമ്മാവിടെ മകനെ ഒരുത്താനുണ്ട്. ഇവളെ കല്യാണം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്നു. ഇവൾക്കാണെങ്കിൽ ഭയങ്കര മടി. അതെന്താ? അവൾക്ക് ഇഷ്ടമില്ലാച്ച പിന്നെ നമ്മൾ നിർബന്ധിച്ചാ പറ്റുമോ? ദാസേട്ടൻ എന്ത് പറഞ്ഞു? അവൻ എന്ത് പറയാനാ? അവന്റെ പുസ്തകങ്ങളും കുട്ടി കുറിക്കലും അല്ലാണ്ട് വേറെ എന്തിലാ അവനൊരു താല്പര്യം? പാവം. കുഞ്ഞുമാളു,
പോകാൻ തന്നെയാണ് ഭാവം. നീ എന്റെ കൂടെ പൊറുക്കാൻ തയ്യാറില്ല അല്ലേ? ഇനി എങ്ങനെയാ ഞാൻ മറ്റൊരാളുടെ കൂടെ പൊറുക്ക? ഞാനത് ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയുണ്ട് എന്റെ അമ്മമ്മയ്ക്ക്? അറിയില്ല. നീ എന്താ ഉച്ചയ്ക്ക് തന്നെ ഓടിപ്പോന്നത്? അയാളുടെ ചീത്ത വെക്കാൻ എനിക്ക് വയ്യ. ഇത്തിരി കുടിക്കുകയും ചെയ്യും. ഇത്തിരി കുടിക്കുന്നത് ഇപ്പോൾ ഒരു യോഗ്യതയാണ്. ദാസേട്ടനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അയാൾ നിന്റെ അമ്മാവന്റെ മകനല്ലേ? ഇതെന്താ ഇത്? ഓ, ഇതാണല്ലേ വിശേഷമുള്ള പൂവ്. എന്നാ ദാസേട്ടന് വിശ്വാസം തുടങ്ങിയതാവോ? ദൈവങ്ങളാണ് ആളുകളെ ചൂഷണം ചെയ്യുന്ന വലിയ മുതലാളിമാര് എന്നൊക്കെയാണല്ലോ പ്രസംഗം. ഞാൻ കുറ്റം പറയില്ല. ഇഷ്ടമില്ലാത്തവരെ കല്യാണം കഴിക്കാൻ പ്രയാസം തന്നെയാണ്. നിനക്ക് അയാളെ ഇഷ്ടമില്ലല്ലേ? ഇനി ആ പടി ചവിട്ടിയ കാല് കൊത്തി നിർക്കുന്ന പറഞ്ഞ്. അതൊക്കെ ദേഷ്യത്തിന് പറഞ്ഞതാവും. ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ? നിന്റെയും കൂടെ വീടില്ലേ അത്? കുഞ്ഞാളോ, നിങ്ങളെ കണിച്ചിട്ട് കിടന്നോളൂ.